Hi friends, welcome to Nawras Kitchen. എല്ലാവർക്കും നവറാസ് കിച്ചൻ്റെ മറ്റൊരു പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളതൊരു നൊസ്റ്റാൾജിക് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ മുട്ട ബിസ്ക്കറ്റ്, കോയിൻ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയും. എല്ലാവർക്കും വളരെയധികം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണ്. ഇത് ഉണ്ടാക്കാനായിട്ടും തന്നെ വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുന്നേ നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് തുടങ്ങാം. അതിനായിട്ട് തന്നെ ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. 1/4 കപ്പ് എടുക്കുക. ഈ ഒരു അളവിൽ കറക്റ്റിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇരട്ടിയാക്കി എടുക്കുക, ബിസ്ക്കറ്റ് കൂടുതൽ ഉണ്ടാക്കുന്നെങ്കിൽ. പിന്നെ ഞാൻ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർക്കരുത്, ബേക്കിംഗ് പൗഡർ വേണം ചേർക്കാനായിട്ട്. അതൊരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഇത്രയും ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഉപ്പാണ്. ഉപ്പ് പാകത്തിന് ഒരു 1/4 ടീസ്പൂണോളം പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനുള്ളതാണ്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുക, അതല്ലെങ്കിൽ സാധാ സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി. നന്നായിട്ട് ബേക്കിംഗ് പൗഡറും ഉപ്പും മൈദയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അതാണ് അതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി അതിലേക്ക് ചേർക്കാനുള്ള കോഴിമുട്ടയും മറ്റും ചേർത്തെടുക്കുക. അതിനായിട്ട് 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിൽ വേണമെന്നൊന്നുമില്ല, ഫ്രിഡ്ജിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഓവർ തണുപ്പായി പോവും വേണ്ട. അപ്പോൾ ആ 2 കോഴിമുട്ട ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ കോഴിമുട്ടയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് പഞ്ചസാര വെച്ചാൽ ഒരു 5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും ആ പഞ്ചസാര. അത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാര വേണം ചേർക്കാനായിട്ട്. ഇനി നിങ്ങൾ ഇതുപോലെ ബൗളിലല്ലാതെ മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കിത് അടിച്ചെടുക്കുക. ആ സമയത്ത് സാധാ പൊടിക്കാത്ത പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല. മിക്സിയിൽ അടിക്കുമ്പോൾ അതിൽ അടിഞ്ഞു കിട്ടിക്കോളും നല്ലോണം. ഇതിപ്പോൾ നമ്മൾ ഈ ബൗളിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ പഞ്ചസാര പൊടിച്ചത് ചേർക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കളറാണ്, യെല്ലോ കളറാണ് ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മതി, നിർബന്ധമില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പം ഞാൻ എൻ്റെ അടുത്ത് യെല്ലോ കളർ ഉണ്ടായപ്പോൾ ഞാനത് കുറച്ച് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക, നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, ഇതിൽ രണ്ടിലേതെങ്കിലും യൂസ് ചെയ്യുക, ഉള്ളത് ചെയ്യുക. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. കൂടെ വാനില എസൻസും ചേർക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഓപ്ഷണലാണ്, നിർബന്ധമില്ല. വാനില എസൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് ആ മുട്ടയുടെ കുത്ത് വല്ലാതെ അങ്ങോട്ട് വരില്ല. അതുകൊണ്ട് ആ എസൻസിൻ്റെ ഫ്ലേവർ അതിലുണ്ടായിക്കോളും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, വിസ്ക് തന്നെ മതി. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഫോർക്ക് ഉണ്ടെങ്കിൽ ആ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഈ മിക്സ് ഒന്നായിട്ട് നല്ലോണം മിക്സായിട്ട്, എന്താ പറയുക, കട്ടയൊന്നും ഇല്ലാത്ത രൂപത്തിൽ നല്ല രീതിയിൽ മിക്സായി വരണം. അത്രേ ഇതിൽ വേണ്ടുള്ളൂ. പഞ്ചസാര, നമ്മൾ പൊടിച്ച പഞ്ചസാരയൊക്കെ അതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരുക. കോഴിമുട്ട അതൊക്കെ നന്നായിട്ടാണ്ട് ബീറ്റ് ചെയ്തെടുക്കുക, അത്ര തന്നെ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. വേറെ വെള്ളം ഒന്നും ചേർക്കരുത്. ഞാൻ ഈ പറഞ്ഞ മൈദയുടെ അളവിലേക്ക് കറക്റ്റാണ് ഈ കോഴിമുട്ടയും ഇതൊക്കെ. വേറെ വെള്ളം നിങ്ങൾ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതിലേക്ക്. കാരണം അത്രയ്ക്കൊരു തിക്കായിട്ടാണ് ഇത് വേണ്ടത്. ഒരുപാട് ലൂസായി പോകാൻ പറ്റില്ല. ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് ആ ബിസ്ക്കറ്റ് ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഈ ഒരു തിക്ക് പരുവത്തിലാണ് ഉള്ളത് മാവ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഈ വിസ്ക് മാറ്റിയിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ. അപ്പോൾ ഇതിന്ന് വീഴുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു തിക്ക് പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനേക്കുള്ള മുട്ട ബിസ്ക്കറ്റുകളുള്ള മാവ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി ഞാനിത് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ, എന്താ പറയുക, നോസിൽ വെച്ചിട്ട് നമ്മളെ പൈപ്പിംഗ് ബാഗിലേക്കാണ്. അതല്ലെങ്കിൽ സാധാ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ, എന്താ പറയുക, സിപ്പ് കവർ കിട്ടുമല്ലോ, അതുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഈ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഞാൻ ഇതിൻ്റെ തലപ്പത്തിട്ടിട്ടുള്ള നോസിൽ എന്ന് പറയുന്നത് വെറും റൗണ്ട് ഷേപ്പ് മാത്രമുള്ളതാണ്. അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് കത്രി കൊണ്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഇതിലേക്ക് നിറച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഇതിൽ ഫില്ലാക്കി എടുത്തു. ഇനി നമ്മൾ ഇതിനെ കുക്ക് ചെയ്യുന്നത് ഓവനിലല്ല, ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടിയിൽ ഒരു പരന്നിട്ടുള്ളൊരു തട്ടോ അതല്ലെങ്കിൽ നമ്മളടുത്ത് പഴയ ആയിട്ടുള്ള പാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നോൺ സ്റ്റിക്ക് കിട്ടുന്ന പാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വെച്ചാൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നേരിട്ട് എടുക്കാൻ കിട്ടും ബിസ്ക്കറ്റിനെ. നേരിട്ട് പാനിൽ ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ നോൺ സ്റ്റിക്കിൻ്റെ നല്ലോണം കിട്ടുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ച് യൂസ് ചെയ്ത പാത്രം ആയതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് ഈ പാനിൽ നിന്ന് ബിസ്ക്കറ്റ് എടുക്കാൻ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളത്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിങ്ങനെ ഓരോ എന്താ പറയുക റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇതിനെ ഉണ്ടാക്കിയെടുക്കാം. ചെറിയതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചെറിയ കോയിൻ ആയിക്കണ്ട് അങ്ങനെയും കിട്ടും, വലുതായിട്ടും കിട്ടും. അപ്പോൾ ചെറുതാക്കി എടുത്താൽ കുറേ കണ്ടന്റ് ഉണ്ടാവും. ഇതുപോലെ ഇത് മൊത്തമായിട്ട് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇത് ഫുള്ളായിട്ട് ഇവിടെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കുറച്ച് വലിപ്പം അധികമായി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ ചെറുതാക്കി ചെയ്യാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് വെന്ത് വരുന്ന സമയത്ത് കുക്കായി വരുമ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ ഒരു സൈഡിൽ എൻ്റെ അത് ഒട്ടിപ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ കോയിൻസ് പോലെ ആക്കിയിട്ട് കുറച്ച് അകലത്തിൽ ചെയ്യുക. എന്നാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഒരു 12 മിനിറ്റ് നേരം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്തതാണിത്. ഇപ്പോൾ തൊടുന്ന സമയത്ത് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിത് ചെറിയൊരു സോഫ്റ്റ് പോലെ തോന്നുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. അത് പുറത്തേക്ക് മാറ്റി വെച്ചതിൻ്റെ ശേഷം നമ്മൾ പാത്രത്തേക്ക് മാറ്റിയതിൻ്റെ ശേഷം അതിലുള്ള ചൂട് തന്നെ തട്ടിയിട്ട് അത് ക്രിസ്പിയായി വരും. ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊരു ബലത്തിലാവും ഉണ്ടാവുക. ഞാൻ പറഞ്ഞു ഞാൻ അകലത്തിലല്ലാത്തത് കൊണ്ടാണ് എൻ്റെത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചത്. ഇതുപോലെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ചെറുതാക്കി ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ റെഡിയാക്കി. പിന്നെ ഞാൻ ഒന്നും കൂടെ ചെറുതാക്കിയിട്ടാണ് തയ്യാറാക്കിയത്. അതുകൊണ്ട് ലാസ്റ്റുള്ളതൊക്കെ ഒന്ന് ചെറിയതായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.